Hi friends, welcome to Jammy's Cook and Craft. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബർഗർ ബൺ നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൺ നമുക്കിതിൽ ബർഗറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാനും അതല്ലാണ്ട് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് 2 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതായത് ചെറിയ തരിയുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് നമുക്ക് പൊടിയിലേക്ക് ഇടാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് വന്നാൽ നമ്മുടെ ഈ മാവ് പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ഡബിൾ സൈസായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതല്ല ഇതുപോലത്തെ നമ്മളെ ഇതിപ്പോൾ നല്ലൊരു തരു എന്നുള്ള ചെറിയൊരു ഈസ്റ്റാണ്. അതല്ല ബോൾ പോലത്തെ ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ പൊടിയിലേക്ക് ഇടരുത്. നമ്മൾ അത് വേറൊരു ചെറിയൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ അളവിൽ പഞ്ചസാര ഇടുക. പിന്നെ പാലോ ചെറിയ ചൂടുള്ള പാലോ വെള്ളം ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദയ്ക്കാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്കതിൻ്റെ ഇപ്പോൾ 1 കപ്പ് മൈദ മതിയെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും അതുപോലെ കുറയ്ക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിന് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെറിയൊരു വാം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതായത് ചെറിയ ചൂടുള്ള പാലെടുക്കുക. അതായത് നല്ല ചൂടുള്ള പാലെടുക്കരുത്. ചെറിയൊരു ചൂടുള്ള പാൽ ഒഴിച്ച് നമ്മൾ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചൂടുള്ള പാൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടുള്ള പാൽ ചേർക്കുന്നത്. ചെറിയ ചൂടുള്ള പാലോ വെള്ളമോ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവിനേലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി ഒട്ടിപ്പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ പൊടി ഇട്ടതിന് ശേഷം ഒത്തിരി അങ്ങ് ഇടരുത്. കുറച്ച് മൈദയുടെ പൊടി ഒന്ന് തൂകിയതിന് ശേഷം നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ബൗളിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് കുഴച്ചെടുക്കുക. അത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ നല്ല ഈസ്റ്റ് ഫ്രഷ് ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് ഡബിളായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോൾസ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബേക്കിംഗ് ട്രേ. അതിലേക്കൊരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാവിൽ നിന്ന് ഇത്രയുള്ളൊരു ബോൾ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ നമ്മൾ ട്രേയിൽ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക, ഇതുപോലെ ബോളാക്കുക. ഇതുപോലെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് കൈയുടെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ വയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ബേക്കായിട്ട് വരുന്ന ടൈമിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത്. പിന്നീട് ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഡബിൾ സൈസായിട്ട് ഇത് പൊങ്ങി വരും. ആ ഒരു ടൈമിൽ നമുക്കിതിൽ ഒന്നല്ലെങ്കിൽ എഗ്ഗ് വാഷ് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് വാഷ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് യോക്ക് എടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 to 20 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെ മുകൾ വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോ ഓവനിലും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. അത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കുറച്ച് ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഗ്ലേസിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബർഗർ ബൺ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ബർഗറിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.